കണ്ണൻ നായർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, വളരെ പണിപ്പെട്ട് തന്നെയാണ് ഉറപ്പായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിലായിട്ടാണ് പോകുന്നത്. ഇനിയുള്ള നടപടികളാണ് പ്രധാനം. ഇനിയുള്ള നടപടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് മജിസ്ട്രേറ്റ് തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ രാഹുലിനെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന വാഹനത്തിനെ പിന്തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വെട്ടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് മജിസ്ട്രേറ്റിൻ്റെ വീട്. ഇന്ന് കോടതി ഇല്ലാത്തതിനാലാണ് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ക്രമീകരണങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് ഉണ്ടാകില്ല. പക്ഷേ അവിടേക്ക് ഇപ്പോൾ രാഹുലിനെ എത്തിക്കുന്നു. അവിടെ വെച്ച് മജിസ്ട്രേറ്റ് എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വാദപ്രതിവാദങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല. കാര്യം ഇത് കോടതി മുറിയല്ല. സ്വാഭാവികമായും പോലീസ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു, അറസ്റ്റ് മെമ്മോ അടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്നു. അതോടുകൂടി മജിസ്ട്രേറ്റ് കാര്യങ്ങൾ നോക്കുന്നു. അതിനുശേഷം റിമാൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും സ്വാഭാവിക നടപടി. മുൻ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അനുഭവത്തിൽ പറയാം, സാധാരണ ഇത്തരത്തിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള റിമാൻഡിലേക്ക് പോവുകയാണ്. കൊട്ടാരക്കരയിലേക്കാണോ തിരുവനന്തപുരത്തേക്കാണോ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ ജയിലില്ല. അതുകൊണ്ട് കൊട്ടാരക്കരയിലേക്കാണ് കൊണ്ടുപോകാൻ സാധ്യത. പരമാവധി ഈ കേസിലും അങ്ങനെ കൊട്ടാരക്കര ജയിലിലേക്ക് രാഹുലിനെ മാറ്റാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. നിലവിൽ ഇപ്പോൾ ഈ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ രാഹുലിനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പണിപ്പെട്ടാണ് ആര്യ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. വളരെ പണിപ്പെട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവരെ അയാളെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പലതവണ ആദ്യം ഓരോ ട്രയൽ നോക്കുന്ന പോലെ ഡോർ തുറക്കുന്നു അടയ്ക്കുന്നു, വീണ്ടും ഡോർ തുറക്കുന്നു അടയ്ക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് രാഹുലിനെ എത്തിച്ചിരിക്കുന്നു. അവിടെ മജിസ്ട്രേറ്റിൻ്റെ വീടിനുള്ളിലേക്കാണ് നമ്മളിപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. മജിസ്ട്രേറ്റിൻ്റെ വീടിന് ഉള്ളിലേക്ക് ഇപ്പോൾ രാഹുലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. ഏത് സ്ഥലത്തിലാണ്, എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ കുറേയേറെ ജഡ്ജിമാരുടെ വസതികൾ കൂടിയിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടേക്കാണ് ഇപ്പോൾ രാഹുലിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ എന്താണ് മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിധി, എത്ര ദിവസത്തേക്കാവും റിമാൻഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇപ്പോൾ രാഹുലിനെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യം ലഭിക്കാനുള്ള വകുപ്പുകൾ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇനി മജിസ്ട്രേറ്റ് തീരുമാനം നിർണായകമാണ്. ജയിലിലേക്കാണ് എന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര സബ് ജയിലിലേക്കാണ്, അതല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇനി മജിസ്ട്രേറ്റിന്റെ മുന്നിലെ കാര്യങ്ങൾ എന്നുള്ളതാണ്. നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും തുടങ്ങിയ വിവരങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജയിലിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിമാൻഡ് റിപ്പോർട്ട് നൽകുന്നതായിരിക്കും. ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ തന്നെ അതീവ രഹസ്യമായിട്ട് വെൽ പ്ലാൻഡോട് കൂടി തന്നെയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിലേക്ക് എത്തിയത്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പാലക്കാട് KPM ഹോട്ടലിൽ ഒരു പുലർച്ചെ 12:30 ശേഷം നടന്ന അതിനാടകീയമായ സംഭവങ്ങൾ അങ്ങനെയാണ്. മൂന്നാമത്തെ പരാതിയാണ്, ഗുരുതരമായ കാര്യങ്ങളൊക്കെ പറയുന്ന പരാതി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നത്. മുൻപുള്ള 2 പരാതി, അതിലുണ്ടായ സംഭവ വികാസങ്ങൾ രാഹുലിന് മുന്നിലേക്ക് പോലും എത്താൻ സാധിച്ചിരുന്നില്ല കേരള പോലീസിന്. പക്ഷേ അതെല്ലാം തന്നെ ഒഴിവാക്കാൻ, ആ ഒരു പ്രശ്നങ്ങൾ, വിമർശനങ്ങൾ തുടങ്ങിയ നാണക്കേടെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലേക്ക് എത്തിയത്. പിന്നീട് അറസ്റ്റിലേക്ക് പോകുന്നു. വൈദ്യ പരിശോധന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. കഷ്ടപ്പെട്ട് പുറത്തേക്ക് ഇറക്കിയതായിരുന്നു രാഹുലിനെ. അങ്ങനെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, കോടതിയില്ല. മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കണ്ണൻ, പറയൂ. ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് 5 മിനിറ്റ് പിന്നിടുന്നു. ഈ കോടതി നടപടികൾ വളരെയേറെ സമയം പോകാൻ സാധ്യതയില്ല. കാര്യം ഇത് മജിസ്ട്രേറ്റിൻ്റെ വീടാണ്. സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു, എന്താണ് കാര്യങ്ങളെന്ന് നോക്കുന്നു. നോക്കിയ ശേഷം നേരെ എന്താണ് തീരുമാനം, എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുക, കാര്യം പറയുക, നേരെ ഏത് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള തീരുമാനം പറയുക. അതോടുകൂടി ഇന്നത്തെ നടപടികൾ ഇവിടുത്തെ പൂർത്തിയായിരിക്കുന്നു. ഇനി പോലീസിന് രാഹുലിനെ ചോദ്യം ചെയ്യാനോ മറ്റു കാര്യങ്ങളിലോ ഒന്നും തന്നെ അവസരം ഉണ്ടാവില്ല. കാര്യം ഇനി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് രാഹുലിനെ. അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ
കാര്യങ്ങൾ തെളിവുകൾ സ്വീകരിക്കാൻ, അതുപോലെ തന്നെ ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെ തന്നെ സാധിക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ തിരുവല്ല കോടതിയാണ് ഈ കേസ് പരിഗണിക്കേണ്ടത്. എന്നാൽ തിരുവല്ല കോടതി ജഡ്ജി ഇന്ന് അവധിയാണ്. അതുകൊണ്ടാണ് പത്തനംതിട്ട മുനിസിപ്പിന്റെ മുനിസിപ്പ് അഞ്ജലി എന്ന ജഡ്ജിയുടെ അടുത്തേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ രാഹുലിന്റെ വിധി എന്താകും എന്നുള്ള കാര്യത്തിൽ, അതായത് ഏത് ജയിലിലേക്കാണ് പോകുന്നത് സംബന്ധിച്ചൊരു തീരുമാനം അല്പസമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വലിയ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു പൂജ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നത്. വളരെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്തൊക്കെ തന്നെ വലിയ സംഘർഷം, പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ എപ്പോഴൊക്കെ ഡിവൈഎഫ്ഐയും യുവമോർച്ചയും രാഹുൽ കളിയാക്കിയിട്ടുണ്ടോ ആ കളിയാക്കിയതിന് സമാനമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ആ പ്രവർത്തകരൊക്കെ തന്നെ വന്നത്. പൊതുച്ചോറുമായി പലപ്പോഴും പൊതുച്ചോറിനെ പോലും ഈ ഒരു അശ്ലീല ചുവയോടുകൂടി സംസാരിച്ച ഒരു പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം അമലുണ്ട്. അമലെ, ഈ ഒരു ദിവസം, അതായത് പോലീസ് ക്യാമ്പ് മുതൽ ഇങ്ങോട്ട് വരുമ്പം ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭാവി തകരുന്ന, ഒപ്പം തന്നെ ആ വ്യക്തി ജീവിതം തകരുന്ന ഒരു ദിവസമായിരുന്നു. എന്തായിരുന്നു ഇന്നത്തെ ഒരു ആശുപത്രിയിലെ അവസ്ഥ? ആശുപത്രിയിൽ നമ്മൾ കണ്ടത് അങ്ങേയറ്റം സംഘർഷഭരിതമായ അന്തരീക്ഷം. അതായത് സാധാരണ നിലയിൽ ഇപ്പോൾ ഈ സമീപകാലത്തൊക്കെ ആളുകളെ പലപ്പോഴും ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഈ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന സമയത്ത് പലപ്പോഴും പ്രതിഷേധമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രതിഷേധം അങ്ങനെ ആയിരുന്നില്ല. യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തുടക്കം മുതൽ അവിടെ തമ്പടിച്ചു. ആ തമ്പടിച്ച പ്രവർത്തകരെ മാറ്റാൻ നമ്മൾ രാഹുൽ വന്നു കയറിയപ്പോൾ കണ്ടതിൽ ഇരട്ടി പ്രതിഷേധമാണ് തിരിച്ചിറങ്ങുമ്പോൾ കണ്ടത്. അതും പോലീസ് വാഹനം ആ ഡോറിനോട് ചേർത്തിട്ടിരിക്കുന്ന സമയത്ത് പോലും രാഹുലിന് ഒരു 2 അടി വെച്ചാൽ വാഹനത്തിലേക്ക് കയറാൻ കഴിയുമായിരുന്നു. പക്ഷേ എന്നിട്ടും വാഹനത്തിൽ കയറിയ ശേഷം വലിയ തോതിൽ ബുദ്ധിമുട്ടി പുറത്തേക്ക് കൊണ്ടുവരാനായി. പ്രവർത്തകർ വാഹനത്തിന് മുന്നിലായിരുന്നു. ആ പോലീസ് വാഹനത്തിന് തകരാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയ്ക്ക് വലിയ ആക്രമണം ആ വാഹനത്തിന് നേരെ നടന്നിട്ടുണ്ട്. വാഹനത്തിന് ചില്ലിലൊക്കെ ആഞ്ഞടിക്കുകയായിരുന്നു. വലിയ ബഹളം, വലിയ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ കതകിനോട് തൊട്ട് ചേർന്ന് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുലിനോട് പ്രതികരിക്കാനുണ്ടോ എന്നുള്ള കാര്യം നിരന്തരമായി ചോദിച്ചു. പക്ഷേ രാഹുൽ സംസാരിച്ചില്ല എന്ന് മാത്രമല്ല രാഹുലിൻ്റെ അപ്പോൾ അങ്ങനെ സംസാരിക്കാതെ രാഹുൽ തിരിച്ചിറങ്ങി പോവുകയാണ്. ഇത് മാത്രമല്ല പോലീസിന്റെ വലിയൊരു വലയവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിന്റെ കാര്യത്തിലേക്ക് കൂടുതൽ വന്നാൽ കാണാൻ ഏതെല്ലാം രാഹുലിന് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വകുപ്പുകളുടെ ഒരു ഗൗരവം എത്രത്തോളം ഉള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യുക എന്നുള്ളതാണ്. ബലാത്സംഗം ചെയ്യുക, ഒരു വിവാഹ വാഗ്ദാനം നൽകി നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നുള്ള ഒരു കുഞ്ഞു വേണമെന്നുള്ളൊരു ആഗ്രഹം പറയുകയും ആ സ്ത്രീ ഗർഭിണിയായപ്പോൾ ഭ്രൂണഹത്യ നടത്തുന്നു. ആ കുഞ്ഞിന് ജീവിക്കാനുള്ള അവസരം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ആ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ സ്ത്രീയെ അവമാനിച്ചു, സ്ത്രീത്വത്തെ അവമാനിച്ചു അടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. അതായത് അമൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പും ഇയാളുടെ മേൽ ചുമത്തിയിട്ടില്ല. നേരത്തെ പോലീസിന് പറ്റിയ അബദ്ധങ്ങളുണ്ട്. ആ 1-ാം അതിജീവിതയുടെ കേസായാലും 2-ാം അതിജീവിതയുടെ കേസായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ പബ്ലിക്കായി ജനങ്ങളൊക്കെ അറിഞ്ഞു, നാട്ടുകാർ മൊത്തം അറിഞ്ഞു. അങ്ങനെ വന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെ ഒന്നും ഉണ്ടാകാതെ, ഒരു പാളിച്ചയും ഉണ്ടാകാതെ കൃത്യമായ തെളിവ്, അതേ മെയിലിൽ, ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംസാരിക്കുമ്പോൾ ഒരു മെയിലിൽ ഒരു പരാതി പറയുന്ന സമയത്ത് ആ പരാതിയോട് ചേർന്ന് തന്നെ അതിൻ്റെ കൃത്യമായ രേഖ ഈ പറയുന്ന 3-ാം അതിജീവിത നൽകിയിരുന്നു, അറ്റാച്ച് ചെയ്തിരുന്നു. അതിനുശേഷമാണ് അടുത്ത പരാതി. ഓരോ പരാതിയുടെയും രേഖകൾ കൃത്യമായി അറ്റാച്ച് ചെയ്ത് അയച്ചിട്ടാണ് അവർ ആ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയത്. ആ പരാതി വായിച്ചതൊക്കെ കൃത്യമായി നേരെ DGP കൈമാറുകയും അത് SIT കൈമാറുകയുമായിരുന്നു. രാഹുൽ എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് ദിവസങ്ങളായി SITയുടെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ രാഹുൽ ഇതൊന്നും അറിയാതെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് സമൂഹ മാധ്യമങ്ങളിൽ കളിച്ച് ഇങ്ങനെ നിൽക്കാതെ, ഒരു കാരണവശാലും തന്നെ ആരും പിടിക്കാനില്ല, തനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള ലെവലിൽ നിന്ന് രാഹുലാണ് ഇപ്പോൾ ജഡ്ജിയുടെ മുന്നിൽ നിൽക്കുന്നത്.